കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നിവിടെ വരുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും ദൈവം ഇടയാക്കി ഓർത്ത് ദൈവമേ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാം, ചില കാര്യങ്ങളെ നിങ്ങളെ സ്നേഹത്തെ അറിയിക്കുകയാണ്. കുറച്ച് നാളുകളായി അമേരിക്കയില് ആൻഡീവൻ നാട്ടിലും ഈ മേലിൽ കൂടിയുമല്ലാതെ വലിയൊരു വിവാദം നടക്കുകയാണ്. അതായത് നോർത്ത് അമേരിക്കൻ ക്നാനായ കമ്മ്യൂണിറ്റി ജനുവരി 1-ാം തീയതി മുതല് ഒരു പ്രത്യേക ഭദ്രാസനമായി തിരിഞ്ഞ് നാട്ടിലെ ക്നാനായ സമുദായത്തിൽ നിന്ന് വേർതിരിഞ്ഞ് സ്വതന്ത്രമായ ഒരു ഭദ്രാസനമായി പോകാൻ പോകുകയാണ്. ഇതാണ് ആ വലിയ കിംവദന്തി. നാട്ടിലെ 4 മേഖലകളായി തിരിച്ച ഒരു മേഖലയാണ് നോർത്ത് അമേരിക്ക, കാനഡ ആൻഡ് യൂറോപ്പ് മേഖല. ആ മേഖല 1-ാം തീയതി മുതല് സ്വതന്ത്രമായി പോകുന്നു. ഇനി ജ്ഞാനായ സമുദായവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രചരിപ്പിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്ത് പല കാര്യങ്ങളും നടക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പല പ്രാവശ്യം നേരത്തെ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ജ്ഞാനായ സമുദായത്തിന്റെ ഒരു മേഖല മാത്രമാണ് ഈ മേഖല. ജ്ഞാനായ സമുദായത്തിന് 4 മേഖലയിൽ ഒരു മേഖല. എന്നാൽ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ മേഖലയിൽ വരുന്നതിന് മുമ്പ് 1982 മുതല് കാലം ചെയ്ത അഭിവന്ദ്യനായ ക്ലീമീസ് വലിയ മെത്രാപ്പോലീത്തായാല് ഇവിടെ രൂപീകരിച്ച് തിരുമേനി ഉണ്ടാക്കിക്കൊടുത്ത ഭരണഘടന അനുസരിച്ച് അത് 1992 വീണ്ടും ബോസ്റ്റണിൽ അല്ലെങ്കിൽ മാസച്യൂസെറ്റ്സ് സ്റ്റേറ്റില് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു ഭരണ സംവിധാനം അന്നു മുതൽ ഇവിടെ നടക്കുകയാണ്. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ഭരണ സംവിധാന പ്രകാരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്, ഈ മേഖലയിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ഞാനായിട്ട് തുടങ്ങിയതോ ഞാൻ വന്നതിന് ശേഷം ആരംഭിച്ചതോ ഒന്നുമായ കാര്യങ്ങളായിരുന്നില്ല. ഇവിടുത്തെ അസോസിയേഷനും ഇവിടുത്തെ കമ്മിറ്റിയും ഇവിടെയുള്ള ഭരണസമിതിയും ഒക്കെ 1992 മുതൽ ഇവിടെ നിലവിൽ ഉള്ളതാണ്. അതിന്റെ ഭരണഘടന കാലാകാലങ്ങളിൽ അതാത് കാലത്തെ അസോസിയേഷന് അമെന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അവരാണ് അത് 92 ശേഷം ഇന്നുവരെയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. എന്നാൽ 1992 ഇതൊരു ഭദ്രാസനമായി ഇവിടെ രജിസ്റ്റർ ചെയ്തത് ക്ലീമീസ് മെത്രാപ്പോലീത്തായുടെ കാലത്താണ്. അതിനുശേഷം ഒരുപാട് അസോസിയേഷൻ ഇവിടെ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അസോസിയേഷനും കമ്മിറ്റികളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിവിധ അഡ്മിനിസ്ട്രേറ്റർമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരാരും ഈ ഡയോസിസ് എന്നുള്ള പേര് മാറ്റാൻ ശ്രമിക്കുകയോ അതിനുവേണ്ടി അസോസിയേഷനിലോ കമ്മിറ്റിയിലോ ഒരു നിശ്ചയങ്ങളോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പരിശുദ്ധ പാത്രീസ് ബാവായുടെ ക്ലീമീസ് തിരുമേനിയുടെ സമയത്തുള്ള ഒരു കൽപ്പന പ്രകാരം തിരുമേനി പള്ളികളെ അറിയിക്കുകയും ഇനി ഡയോസിസ് എന്നുള്ള പേര് ഉപയോഗിക്കരുത്, കമ്മ്യൂണിറ്റി എന്നുള്ള പേര് ഉപയോഗിക്കണമെന്നൊക്കെ അറിയിക്കുകയും ചെയ്ത് അതിനുശേഷം നമ്മൾ NAKC എന്ന് അറിയപ്പെട്ട അല്ലെങ്കിൽ വേറെ പേര് വിളിച്ച് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇന്നും അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ പേര്, ഡയോസിസ് എന്നുള്ള പേര്, ഇതുവരെ ആരും മാറ്റുവാനായിട്ട് തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പുള്ള ഇതൊക്കെ കമ്മിറ്റിയുടെയും അസോസിയേഷന്റെയും ചുമതലകളാണ്, അവർ ചെയ്യേണ്ട സംഗതികളുമാണ്. ആരും ഇന്ന് പല വാദങ്ങളും ന്യായങ്ങളും ഉന്നയിക്കുന്ന ആരും ഇതിനു വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ടുള്ളത്, ഇപ്പോൾ പറയുന്നത് ഇതൊരു ഡയോസിസ് ആയിട്ട് തിരുമേനി തിരിച്ചുകൊണ്ട് പോകുമെന്നാണ്. നോർത്ത് അമേരിക്കയെ ഒരു ഡയോസിസ് ആയിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് പോയാൽ ഇനി ഞാൻ കാനഡയും യൂറോപ്പിലും വേറെ ഡയോസിസുകൾ ആരംഭിക്കേണ്ടതായിട്ട് വരും. കാരണം അങ്ങനെ ഓരോ മൂന്ന് സ്ഥലങ്ങളാണ് എന്റെ ചുമതലയിൽ തന്നിരിക്കുന്നത്. ഒന്ന് നോർത്ത് അമേരിക്ക, കാനഡ, യൂറോപ്പ്. ഇനി ഇവിടുത്തെ കഴിഞ്ഞ് ഞാൻ കാനഡയിൽ പോയി ഡയോസിസ് തുടങ്ങേണ്ടി വരും, യൂറോപ്പിൽ പോയി ഡയോസിസ് തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലും സാധിക്കാത്തതും മലങ്കര സുറിയാനി ക്നാനായ അസോസിയേഷൻ നിശ്ചയിച്ച് നോർത്ത് അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്ന മേഖല തിരിച്ച് ആ മേഖലയെ ഒരു ഡയോസിസ് ആക്കുവാനുള്ള ഒരു ശ്രമവും എന്റെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ ഇവിടുത്തെ അസോസിയേഷന്റെ ഭാഗത്തു നിന്നോ ക്നാനായ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇതൊരു സത്യമാണ്. എന്നാൽ ഈ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് സമുദായത്തിന്റെ ഭാഗമല്ലാതായി മാറുന്നുമില്ല. മറ്റൊരു ആരോപണമുള്ളത് 1-ാം തീയതി മുതല്
ഇത് ഈ മേഖല പരിശുദ്ധ പാത്രികീസ് ബാവായുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ പോവുകയാണ്. സമുദായമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബാവായാണ് പിന്നെ നേരിട്ട് ഇത് ഭരിക്കുന്നത്. ഈ പ്രചരണവും വളരെ തെറ്റാണെന്ന സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇത് ക്നാനായ സമുദായത്തിന്റെ ഒരു മേഖലയാണ്. അത് എന്നും അങ്ങനെ തന്നെ തുടരും. അതിനെന്തെങ്കിലും മാറ്റമുണ്ടാകണമെങ്കിൽ മലങ്കര സുറിയാനി ക്നാനായ അസോസിയേഷൻ സ്വീകരിക്കണം. അല്ലാതെ ഈ മേഖല ഇവിടെ ഒരു മെത്രാപ്പോലീത്തായോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റിയോ ഇവിടുത്തെ അസോസിയേഷൻ ഒന്നും നിശ്ചയിച്ചാൽ പരിശുദ്ധ പാത്രീസ് ബാവയുടെ നേരിട്ടുള്ള കീഴിലോ അതുപോലെ ഭദ്രാസനമോ ഒന്നുമായി മാറുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടന ഭേദഗതി ചെയ്ത് അത് 1-ാം തീയതി മുതൽ നടപ്പിൽ വരുത്തുകയാണ്. അതിന് കാരണം കാലാകാലങ്ങളിൽ ഇവിടുത്തെ ഭരണഘടന അതാത് സമയങ്ങളിൽ ആവശ്യം വരുമ്പോൾ ഭേദഗതി ചെയ്തിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോൾ സമുദായത്തിന് പുതിയ 2003 ചെയ്ത ഭേദഗതി ചെയ്ത ഈ ഭരണഘടന ഇത്രയും നാള് ഞാൻ താമസിപ്പിച്ചതിന്റെ ഒരു കാരണം സമുദായത്തിന്റെ ഭരണഘടന പുതിയ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം അതിനോട് ചേർത്ത് കൊണ്ട് മാത്രമേ ഇത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്നത് കൊണ്ടാണ്. 2013 ഓഗസ്റ്റിലാണെന്ന് എനിക്ക് തോന്നുന്നത് സമുദായത്തിന്റെ ഭരണഘടന അമെൻഡ് ചെയ്ത് അതിന്റെ കോപ്പികൾ ലഭിച്ചത്. അതിനുശേഷമാണ് 2013 നവംബറിലാണ് ഇവിടുത്തെ ഭരണഘടന നാട്ടിൽ ഭേദഗതി ചെയ്ത ഭരണഘടനയോട് ചേർന്ന് അതിനോട് യോജിച്ച് ജ്ഞാനായ സമുദായത്തിന്റെ ഒരു മേഖലയായി മാത്രം ഈ ഭരണഘടന ഭേദഗതി ചെയ്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാവാം, പിന്നെ എന്തുകൊണ്ടാണ് ഈ 2 വർഷമായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്നത്? അതിനുശേഷമാണ് ഈ മേഖലയിലെ ഒരു കൂട്ടം ആളുകള് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങൾ അറിയാമല്ലോ പള്ളികളില് ഉണ്ടാക്കുന്നതായ ചിത്ര പ്രവർത്തനങ്ങള് അതിനൊരു പരിഹാരം എന്ന നിലയിൽ 2014 ഒക്ടോബറിൽ നാട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടുകയുണ്ടായി. ആ മീറ്റിംഗിൽ വെച്ച് ഈ മേഖലയുടെ കാര്യങ്ങള് തീർക്കുന്നതിന് വേണ്ടി ഒരു ധാരണാപത്രം അന്ന് എഴുതിയുണ്ടാക്കി. അതിലെ പറഞ്ഞിരിക്കുന്നതും 2015 ഡിസംബർ 31 തീയതി മുതൽ 31 തീയതിക്ക് മുമ്പ്, അതായത് ഈ മാസം 31 മുമ്പ് അമേരിക്കയിൽ അവര് ക്രോഡീകരിക്കുന്ന ഒരു ഭരണഘടന ഉണ്ടാവും, അതിനുശേഷം നടപ്പിലാക്കണമെന്നാണ്. എന്നാൽ ഇന്ന് വരെ ഈ നിമിഷം വരെ അങ്ങനെ ഒരു ഭരണഘടനയോ അങ്ങനെ ഒരു ഡ്രാഫ്റ്റോ പ്രസ്തുത കമ്മിറ്റിക്ക് ഉണ്ടാക്കുവാനോ ഇവിടെയുള്ള ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനോ അവർക്ക് സാധിച്ചില്ല. ആ ധാരണാപത്രത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങള് അതിന് വിഭിന്നമായി പ്രവർത്തിക്കുകയും അതിന് വിഭിന്നമായി നോർത്ത് അമേരിക്കൻ ഗ്രാനായ കമ്മ്യൂണിറ്റിക്ക് പാരലായിട്ട് ഒരു സംഘടന ഉണ്ടാക്കി അതിൽ കൂടെ ആളുകളെ ചേർത്ത് ഇവിടെയുള്ള ഒരു പള്ളിയുടെ പേരിൽ രജിസ്ട്രേഷൻ വരെ ശ്രമിച്ചു എന്ന വിവരം ജ്ഞാനായ സമുദായത്തെയും അഭിമന്യ മെത്രാപ്പോലീത്തമാരെയും ഒക്കെ ഞാൻ സമയാസമയങ്ങളിൽ അറിയിച്ചിട്ടുള്ളതാണ്. ഈ ധാരണകൾക്ക് വിപരീതമായി ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യുവാൻ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കൂട്ടിയോജിപ്പിച്ച് സമാധാനത്തോടെ ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും വിപരീത അനുഭവങ്ങളാണ് എനിക്ക് നേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഭരണഘടന ഒരു വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. നിങ്ങൾ അത് വായിച്ചു നോക്കി അതിനകത്ത് ജ്ഞാനായ സമുദായത്തിൽ നിന്ന് വിരുദ്ധമായി എന്താണ് ഉള്ളതെന്നും സമുദായ ഭരണഘടനയോട് ചേരാതോ മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായത്തിൽ നിന്ന് വേർതിരിഞ്ഞോ ഒരു സ്വതന്ത്ര ഭദ്രാസനമായിട്ടോ പരിശുദ്ധ പാത്രീസ് ബാവായുടെ നേരിട്ടിൻ കീഴിലുള്ളതാണെന്നോ അങ്ങനെ എന്തെങ്കിലും ആ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അത് വെച്ച് നിങ്ങൾക്ക് ആ ഭരണഘടനയെ അനാലിസിസ് ചെയ്യാം. അല്ലാതെ ഓരോ കാര്യങ്ങള് പറഞ്ഞ് പേരും പ്രശസ്തിയും പറഞ്ഞുകൊണ്ട് കാര്യങ്ങള് നടത്തിയിട്ട് കാര്യമില്ല. ഒരു ഇടവകയിലെ കാര്യങ്ങള് സൂക്ഷ്മമായി അല്ലെങ്കിൽ നല്ല രൂപത്തിൽ നടക്കണമെങ്കിൽ ആംബിഗിറ്റി ഇല്ലാത്ത ക്ലാരിറ്റി ഉള്ളതായ ഭരണഘടന ഇവിടെ ആവശ്യമാണ്. ഇവിടുത്തെ പള്ളികളിലെ ഇടവകളിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളുടെയും ഒന്നാമതായിട്ടുള്ള ഒരു കാര്യം ഭരണഘടനയുടെ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ജ്ഞാനായ സമുദായം ഒരു ഭരണഘടന ഭേദഗതി ചെയ്ത് 4 മേഖലയായി തിരിച്ച് ഓരോ മേഖലയുടെയും ചുമതലകളെ പറയുമ്പോൾ മേഖലാ മെത്രാപ്പോലീത്തമാരുടെ ചുമതലകൾ പറയുമ്പോൾ
അത് ഇവിടുത്തെ ഭരണഘടനയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത് ഈ മേഖലയുടെ ആവശ്യമാണ്, ഇവിടുത്തെ അസോസിയേഷന്റെ ആവശ്യമാണ്, ഇവിടുത്തെ കമ്മിറ്റിയുടെ ആവശ്യമാണ്. അത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് വിയോജിക്കുന്നവർ കാണും. കാരണം എന്തിനും ഏതിനും വിയോജിപ്പ് പറയുവാനും സമാധാന ശ്രമങ്ങളെ തള്ളിക്കളയുവാനും ശ്രമിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഒരു മെത്രാപ്പോലീത്തായുടെ ചുമതലയിലുള്ള വൈദികർ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ആ കൽപ്പനകളെ പാലിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അവർക്ക് കംപ്ലൈന്റുകൾ പറയാം, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് അപ്പീൽ കൊടുക്കുവാൻ ായ മെത്രോപൊളിറ്റൻ കൗൺസിലും അതുപോലെ സമുദായത്തിന്റെ വലിയ മെത്രാപ്പോലീത്തായും ഒക്കെയാണ്. എനിക്ക് യോജിക്കാത്തത്, എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ പാരമ്പര്യമല്ല, ജ്ഞാനായ സമുദായത്തിന്റെ രീതിയോ അതിന്റെ രീതിയോടോ ചേർച്ചയുള്ളതായ സംഗതികളല്ല. വിയോജിപ്പുകളെ രേഖപ്പെടുത്തേണ്ടത് അതിനവസരമായ ബോഡികളിലും അതിനവസരമായ സ്ഥലങ്ങളിലുമാണ് അതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറയേണ്ടത്. മെത്രാപ്പോലീത്താമാര് കൊടുക്കുന്ന കൽപ്പനകള് പള്ളിയിൽ വായിക്കുക എന്നുള്ളത് ഓരോ വൈദികന്റെയും ഉത്തരവാദിത്വത്തിലും ചുമതലയും പെട്ട കാര്യങ്ങളല്ല. അതിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റ് എനിക്ക് യോജിക്കുന്നോ എനിക്ക് ഇഷ്ടപ്പെടുന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയങ്ങൾ. ഈ വിഷയത്തെ കുറിച്ച് മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായം ജനുവരി മാസം 12-ാം തീയതി ഒരു അസോസിയേഷൻ വിളിച്ചിട്ടുണ്ട് ഈ ഭരണഘടനയെ സംബന്ധിച്ച്. ആ അസോസിയേഷൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, അവര് തള്ളുകയോ കൊള്ളുകയോ ചെയ്യട്ടെ. ആ അസോസിയേഷൻ തീരുമാനങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ തയ്യാറാണ്. അതിന് യാതൊരു സംശയവും ഉള്ള കാര്യമല്ല. എന്നാൽ അതിനു മുമ്പ് ഓരോ കാര്യങ്ങളില് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ സ്വാർത്ഥതകളും കൊണ്ട് ഈ മേഖലയെ എന്നും അസന്തുഷ്ടിയുടെ മേഖലയായി ചിത്രീകരിക്കുവാൻ, അത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുത്ത് വലിയ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് ചിത്രീകരിക്കുന്നത് വളരെ മോശവും വളരെ ദുഃഖകരവുമായ സംഭവങ്ങളാണെന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഈ ക്രിസ്മസ് കഴിഞ്ഞ ഈ അവസരം നമുക്കറിയാം, നമ്മൾ ജനപ്പെരുന്നാളിൽ വായിച്ചു കേട്ടു, യേശു ജനിച്ചുവെന്നറിഞ്ഞ് ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരത്തില് ആട്ടിടയന്മാര് വന്നു ചോദിച്ചു, എവിടെയാണ് ഇസ്രായേലിലെ പരിപാലകനായ ദൈവം ജനിച്ചത്? ഹെറോദോസ് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അടയാളം ലഭിച്ചത്? അവര് ഏകദേശ സമയമൊക്കെ പറഞ്ഞു. വിശുദ്ധ വേദോസം പറയുകയാണ്, നിങ്ങൾ പോയി ആ കുഞ്ഞിനെ അന്വേഷിക്കുക, കണ്ടെത്തിയാൽ വന്ന് എന്നോട് വിവരം പറയണം. പക്ഷെ അദ്ദേഹത്തിന്റെ ഉപദേശം ഗൂഢോപദേശമായി. ഒരു രാജാവ് ജനിച്ചെങ്കിൽ ആ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ കൊല്ലുക എന്നുള്ളതായി. എന്നാൽ കുഞ്ഞിനെ കണ്ട തിരിച്ചുപോയ ആട്ടിടയന്മാർക്ക് സ്വപ്നത്തിൽ ദൈവം അറിയിച്ചു, ദൂത് അറിയിച്ചു, നിങ്ങള് മറ്റു വഴിയെ തിരിച്ചു പോവുക. പ്രിയമുള്ളവരെ, ഒരു രാജാവും ഒരു രാജ്യവും ഒരു കുഞ്ഞിനെയും ഒരമ്മയും ആ പിതാവിനെയും കൊല്ലുവാൻ ആഗ്രഹിച്ചിട്ടും ദൈവം അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. ഒരു രാജ്യം മുഴുവൻ നിങ്ങളുടെ മേൽ ഇളകി വന്നാലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശുദ്ധ വേദോസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ കടന്ന് ബഹളം ഉണ്ടാക്കിയാലോ, കുറച്ച് ആളുകൾ അസത്യങ്ങളെ പ്രചരിപ്പിച്ചാലോ ദൈവത്തിന്റെ ഹിതം, ഈ മേഖലയിൽ നടക്കേണ്ടതായ കാര്യങ്ങള്, സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ജനങ്ങള് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെ തല്ലിക്കെടുത്തുവാൻ ആർക്കാണ് സാധിക്കുന്നത്? എന്തിനാണ് അസമാധാനം ഇവിടെ സൃഷ്ടിക്കുന്നത്? യോജിപ്പോടെ നീങ്ങുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിന്റെ അവസാനം വരുമ്പോൾ തല്ലിക്കെടുത്തി ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ പ്രചരിപ്പിക്കുന്ന അസത്യങ്ങളെ മനസ്സിലാക്കി സത്യാവസ്ഥ മനസ്സിലാക്കി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുക. ഈ ഭരണഘടന എന്ന് പറയുന്നത് ആർക്കും മാറ്റുവാനായിട്ട് സാധിക്കാത്ത ഒരു സംഗതി ഒന്നുമല്ല. അതിനകത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ, അതിനകത്ത് ന്യൂനതകൾ ഉണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും സമുദായത്തിന്റെ ഭരണഘടനയോ സമുദായത്തിന്റെ പാരമ്പര്യമോ സമുദായത്തിന്റെ മറ്റ് രീതികളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സമയാസമയങ്ങളിൽ അമെന്റ് ചെയ്ത് മാറ്റാവുന്ന സംഗതികളാണ്. വളരെ വ്യക്തമായി ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായവുമായി അതിന്റെ അസോസിയേഷനുമായി ഇത്രയും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ എല്ലാ അസോസിയേഷൻ തീരുമാനങ്ങളെയും
ഞങ്ങളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു ഭരണഘടനയാണിത്. 1992 മുതൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന ഭരണഘടന നിങ്ങൾ നോക്കിയാൽ അറിയാം, സമുദായവുമായിട്ട് ചേർന്ന് നിന്നല്ല, അത് വേറെ ഒരു രൂപത്തിലാണ് പോകുന്നത്. എന്നാൽ ഈ ഭരണഘടന നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എത്രയും ചേർന്നതുകൊണ്ട് സമുദായത്തിന്റെ ഒരു മേഖലയായി മറ്റുള്ള മേഖലയെ പോലെ പ്രവർത്തിക്കുവാൻ തക്കമാണ് ഇവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കല്ലിശ്ശേരിയും റാന്നി മേഖലയും ഇതുപോലെ ഒരു മേഖലയാണ്, എന്നാൽ അവിടെ ഭരണഘടനയില്ല, അവിടെ അസോസിയേഷൻ ഇല്ല, എന്തുകൊണ്ട് പിന്നെ അമേരിക്കയിൽ മാത്രം? നിങ്ങൾക്കറിയാമല്ലോ, ഇത് വേറൊരു രാജ്യമാണ്. 92 മുതൽ ഇത് നടപ്പിൽ വരുത്തിയതും ഇത് ഉണ്ടാക്കിയതും അന്ന് സമുദായത്തിലെ ഏക മെത്രാപ്പോലിത്ത ആയിരുന്ന ക്ലീമീസ് മെത്രാപ്പോലിത്തയാണ്. എന്നാൽ ചിങ്ങവനം കല്ലിശ്ശേരി റാന്നി മേഖലയ്ക്ക് ഇല്ലാത്തതിന്റെ കാര്യം അവിടെ സമുദായത്തിന്റെ ഒരു അസോസിയേഷൻ, അവരാണ് ആ മേഖലയുടെ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്. അവിടുത്തെ അരമനകള്, മെത്രാപ്പോലിത്തമാരുടെ കാര്യങ്ങള്, ആ മേഖലയെ സംബന്ധിക്കുന്ന ചിലവുകള്, ഇതെല്ലാം വഹിക്കുന്നത് ക്നാനായ സമുദായമാണ്. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ, ഇന്ന് വരെ മലങ്കര സുറിയാനി ക്നാനായ അസോസിയേഷനിൽ നിന്ന് അല്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് ഇവിടുത്തെ ചെലവുകൾക്കോ ഇവിടുത്തെ മോർഗേജിനോ ഇവിടുത്തെ ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടോ? നാം ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയല്ലാതെ അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് ലഭിച്ചിട്ടില്ല. കാരണം അത് പ്രായോഗികമല്ല. അവിടുന്ന് പണം കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുക എന്നത്. അതുകൊണ്ട് അവിടെ അസോസിയേഷന്റെ ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഈ അസോസിയേഷനും ഈ കമ്മിറ്റിയുമാണ് കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന പണം ഇവിടുത്തെ സൺഡേ സ്കൂളിനും പ്രയർ മീറ്റിങ്ങിനും സുവിശേഷ സമാജത്തിനും യൂത്തിന്റെ ആക്ടിവിറ്റീസും സൺഡേ സ്കൂൾ പുസ്തകങ്ങൾക്കും ഇവിടുത്തെ മോർഗേജ് അടയ്ക്കുന്നതിനും അതുപോലെ ഇവിടുത്തെ റിട്രീറ്റുകൾ, ധ്യാനങ്ങൾ, ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കുക. ഇത് പ്രകാരം നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. അതുപോലെ തന്നെ ഈ കേൾക്കുന്നതായ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പറയുന്നതായ എല്ലാ മറ്റ് പല രൂപത്തിൽ കേൾക്കുന്ന സംഗതികളൊന്നും അതിനൊക്കെ മറ്റൊരു വശമുണ്ടെന്ന് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിച്ച് ഒരു നല്ല സമുദായ അംഗമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ.